സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ സർവേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രവചനങ്ങൾ ശരിയായാലുണ്ടാവുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അംഗബലത്തിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി എത്തും എന്നും കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന്. കഴിഞ്ഞ തവണ 10% സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ആവാൻ പറ്റാതിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ എല്ലാ സർവേ ഫലങ്ങളും പറയുന്നത് കോൺഗ്രസ് അതിനുള്ള അംഗബലത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് AKG ആണ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന്. പക്ഷേ AKG ഒരിക്കലും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അംഗബലം അന്ന് ഇടതു മുന്നണിക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞതിന് ശേഷവും അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല, രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷം. അന്ന് AKGക്ക് അവർ ഉൾപ്പെടുന്ന 16 സീറ്റോ മറ്റോ ഉണ്ടായിരുന്നത് ഇവരുടെ പാർലമെന്ററി പാർട്ടി നേതാവ് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം ശ്യാമപ്രസാദ് മുഖർജിയും അങ്ങനെ 30-ലേറെ സീറ്റ് അദ്ദേഹത്തിന്റെ കക്ഷിക്കുണ്ടായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായിരുന്നില്ല. അതായത് പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന ബാക്കി ഫെസിലിറ്റീസ് ഒന്നും അവിടെ കിട്ടുമായിരുന്നില്ല. കാരണം ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട്, സ്റ്റാഫ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതെല്ലാം കേന്ദ്രത്തിലും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് കിട്ടിയിരുന്നില്ല. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് CM സ്റ്റീഫനാണ്. അദ്ദേഹം 1978 തൊട്ട് 79 വരെ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ സമയത്ത് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ദിരാ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട്, അന്ന് അദ്ദേഹം ഇടുക്കിയിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട്, ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ട് അന്നിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ മലയാളിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്. പിന്നീട് അദ്ദേഹം 80-ൽ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ അംഗമാവുകയും ചെയ്തു. അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ ഈ CM സ്റ്റീഫന് മുമ്പ് വേറെ ആരും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് വന്നത് CM സ്റ്റീഫനാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവും CM സ്റ്റീഫനായിരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി 89 തൊട്ട് 90 വരെയുള്ള കാലഘട്ടത്തിൽ VP സിംഗ് പ്രധാനമന്ത്രിയാവുമ്പോൾ രാജീവ് ഗാന്ധി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നാൽ പിന്നീട് ചന്ദ്രശേഖർ രാജീവ് ഗാന്ധി തമ്മിൽ യോജിച്ചു പോകാൻ തീരുമാനിച്ചു. BJP VP സിംഗിനുള്ള പിന്തുണ പിൻവലിച്ചു. ആദ്യം VP സിംഗിന് BJP പിന്തുണ കൊടുത്ത സമയത്ത് രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു. VP സിംഗ് മാറി ചന്ദ്രശേഖർ വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാവുമ്പോൾ ആ സമയത്ത് പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനം അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാതെയായി. അതിനുശേഷം പിന്നീട് LK അദ്വാനി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, വാജ്പേയി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, ഒക്കെ BJPയുടെ ഭാഗമായിട്ട്. പക്ഷെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ CM സ്റ്റീഫൻ, രണ്ടാമത് രാജീവ് ഗാന്ധി. അതിനുശേഷം നരസിംഹറാവു 91 തൊട്ട് 95 വരെ പ്രധാനമന്ത്രിയായി അധികാരം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം 96-ൽ ഈ ദേവഗൌഡയൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം കുറഞ്ഞ ദിവസത്തേക്ക് 15 ദിവസത്തേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി റാവു. പിന്നീട് അതിന് ശേഷം റാവു മാറി പിന്നെ ശരത് പവാർ 98 തൊട്ട് 99 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവായി. അതിനുശേഷം പിന്നീട് വരുന്നത് സോണിയാഗാന്ധിയാണ്. 1999 തൊട്ട് 2004 വരെയുള്ള കാലഘട്ടത്തിൽ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നു. പിന്നെ ഇപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഔദ്യോഗികമായിട്ടില്ല. പണ്ട് ഞാൻ ഈ AKGയുടെ കാര്യവും ശ്യാമപ്രസാദ് മുഖർജിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണെന്നേ ഉള്ളൂ, ബംഗാളിൽ നിന്നുള്ള PCC പ്രസിഡന്റ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനത്തല്ല. ഇവരുടെ പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവ് എന്ന് മാത്രമേ ഉള്ളൂ, പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ളതാണ്. അതായത് KC വേണുഗോപാൽ ഈ പ്രാവശ്യം ജയിച്ച് കഴിയുമ്പോൾ പാലപ്പള്ളിയിൽ അദ്ദേഹം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു അംഗബലം കോൺഗ്രസിന്, ആ മുന്നണിക്കും അവിടെ പാർലമെന്റിൽ ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ KC വേണുഗോപാൽ ആ സ്ഥാനം കണ്ടിട്ട് തന്നെയാണ്, കാരണം കേന്ദ്ര ക്യാബിനറ്റിലൊന്നും പോകാൻ എഴുതിയിട്ടില്ല, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറുകയാണ്, പ്രതിപക്ഷ മുന്നണിയുടെ നേതാവായിട്ട്. നാളെ ഒരിക്കൽ ഭാവിയിൽ കോൺഗ്രസിനും ഈ മുന്നണിക്കും ഒരു എന്താ പറയുക പുതുജീവൻ കിട്ടുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടെങ്ങാനും അഥവാ അധികാരത്തിൽ വന്ന പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് വരെ ആവാനുള്ള ശേഷിയിലേക്ക് മെല്ലെ അദ്ദേഹം കളിക്കാൻ തുടങ്ങും. രാഹുൽ ഗാന്ധി ഇതും അടുത്തിട്ട് കിട്ടുറച്ച് പോയിക്കോളും. അപ്പോൾ കാരണം കുറേ കാലമില്ല, ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പട്ടായയിലേക്ക് പോകും എനിക്ക് തോന്നുന്നത്. അത് തന്നെ ഉണ്ടാകുക. പിന്നെ എന്നാ വരികയെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ തവണ തോറ്റപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞു പോയ ആളാണ് രാഹുൽ ഗാന്ധി. ഇതും കൂടി താങ്ങാനും പറ്റില്ല. കാരണം
ഈ കാശ്മീർ അല്ല കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ പട്ടിയന്തയ്ക്ക് പോയതുപോലെ നടന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല എന്നും മറ്റേ ഇവർ ആക്ഷേപിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ താടി വളർന്നൊന്നല്ലാതെ അദ്ദേഹത്തിന്റെ പക്വത വളർന്നിട്ടില്ല, രാഷ്ട്രീയ ബോധം വളർന്നിട്ടില്ല, ഒന്നും വളർന്നിട്ടില്ല, അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളത് വരുമ്പോൾ താങ്ങാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. റായ് പറയില്ല അങ്ങനെ തോറ്റാൽ എന്ത് സംഭവിക്കുന്നുള്ള പോലും അറിയില്ല, വല്ല വിഭ്രാന്തിയിലേക്ക് പോകും, അല്ലെങ്കിൽ അറ്റാക്ക് വരും എന്തായിരുന്നാലും. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP CPM-നേക്കാൾ കൂടുതൽ സീറ്റ് പിടിച്ചാൽ 2026 UDF ഉറപ്പിച്ചു ഭരണം. UDF ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ 2021 തന്നെ പിൻവാതിലൂടെയാണ് ചില ഗിമ്മിക്കുകളെ കളിച്ചിട്ടാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയത്. മറ്റു പലരും പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്ക് പിന്നെ നിയമസഭാ കക്ഷിക്കകത്ത് MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയായിരുന്നു, ഉമ്മൻചാണ്ടിയുടെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് സതീശൻ, വളരെ നല്ല തന്ത്രജ്ഞനാണ് സതീശൻ, അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ തുടർച്ചയായിട്ടുള്ള 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം, അതിനുശേഷം അതും നല്ല റെക്കോർഡ് വിജയം. അതിനുശേഷം അദ്ദേഹത്തിന് മുമ്പിലുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ ഒന്ന് KC വേണുഗോപാലായിരുന്നു. 2026 ഇവിടെ വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ട് കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ KC വേണുഗോപാൽ നോക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുമ്പോൾ, ക്യാബിനറ്റ് റാങ്കോടുകൂടി കിട്ടുമ്പോൾ, ദില്ലി കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ മുഴുവൻ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ പോകാൻ കഴിയുന്ന ഒരാൾ, അത് വിട്ടിട്ട് കേരളത്തിന്റെ ഈ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പാവയ്ക്കാമായാലും ഈ തെക്കേറ്റത്തുള്ള ഈ കുഞ്ഞു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. ഫ്ലൈറ്റ് യാത്രയൊക്കെ പിന്നെ കേന്ദ്രമന്ത്രിമാർക്കുള്ളത് പോലെ തന്നെ നടത്താൻ പറ്റും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരില്ല, ഇവിടെ ഈ കാറിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം KC വേണുഗോപാൽ പോയി. പിന്നെ ഉണ്ടായിരുന്ന ശശി തരൂര് തിരുവനന്തപുരത്ത് അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് 2026 വന്നിട്ട് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള വടിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഓക്കെ, പക്ഷേ ശശി തരൂരിന്റെ ഇമേജ് ഇതോടുകൂടി പോവുകയാണ് പരാജയപ്പെട്ടാൽ. പിന്നെ ചെന്നിത്തല ഇപ്പോൾ ആകെ സൈഡായി കഴിഞ്ഞിരിക്കുന്നു. ചെന്നിത്തലയ്ക്ക് കൂടെ നിൽക്കാൻ ഇപ്പോൾ ആരും ഇല്ല, ഇപ്പോൾ അവരും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ. പിന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മനോഹരമായ പ്രതികാരമാണ്. ചെന്നിത്തല അഥവാ ക്യാബിനറ്റിൽ ഇരിക്കേണ്ടി വന്നാൽ തന്നെ സതീശനെ മന്ത്രിസ്ഥാനത്തേക്ക് 2011 വരാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് മറ്റൊരു നായരായിട്ടുള്ള VS ശിവകുമാറിനെ, തന്റെ വലങ്കയായിട്ടുള്ള VS ശിവകുമാറിനെ കൊണ്ടുവരികയും ഒരു ഘട്ടത്തിൽ താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് പെരുന്നപ്പോപ്പിനെ കൊണ്ട് പറയിപ്പിച്ച് ആഭ്യന്തരമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്ത് പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് ക്യാബിനറ്റിൽ പിന്നെ ചേരുകയും ചെയ്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. അന്ന് തന്നെ വെട്ടിയതിലുള്ള പ്രതിഷേധം സതീശനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലോട്ടറി വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവാദങ്ങളിലും പിന്നെ ഡിബേറ്റുകളിലൊക്കെ നിരന്തരമായിട്ട് സതീശൻ പങ്കെടുത്തിരുന്നു. അത് UDF-ന്റെ വിജയത്തിന് കാരണമായി എന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് യൂസ് ആൻഡ് ത്രോ എന്നുള്ള പോളിസി അന്ന് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, PS സുനിൽകുമാറിനെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് അങ്ങനെ തന്നെ തള്ളിയ ആൾ ഒന്നുകിൽ മന്ത്രി പോലും ആവാൻ പിന്നെ അഭിമാനബോധം ഉണ്ടെങ്കിൽ ചെന്നിത്തല തയ്യാറാവില്ല. ഇല്ലെങ്കിൽ താൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ക്യാബിനറ്റിൽ പിന്നെ തൻ്റെ കീഴിൽ പിന്നെ ഇരുന്നോട്ടെ എന്ന് സതീശൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു പിന്നെ ആത്മാഭിമാനം പണയം വെക്കലാണ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും സതീശന് മുമ്പിലുള്ള ഈ തടസ്സങ്ങളൊന്നുമില്ല, ചെന്നിത്തലയ്ക്ക് ക്ലെയിം ചെയ്യാനുള്ളത് പറ്റില്ല. പിന്നെ അവസാന ഘട്ടത്തിൽ A ഗ്രൂപ്പ്, ബെന്നി ബെഹനാനൊക്കെ കൂടി ഗ്രൂപ്പ് മാനേജർ എല്ലാം കൂടി കൂടിയിട്ട് A ഗ്രൂപ്പ് ചെന്നിത്തലയെ തന്നെ, കാരണം A ഗ്രൂപ്പ് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പോകുന്നതിന് പറ്റിയൊരു ഫേസ് അവർക്കില്ല. പിന്നെ ഒരു ടൈം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചാണ്ടി ഉമ്മനെയൊക്കെ കൊണ്ടുവരാം. അതുകൊണ്ട് പിന്നെ ആ രീതിയിലുള്ള നീക്കം നടത്തുകയും ചെന്നിത്തലയെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുകയും A ഗ്രൂപ്പിന് നിർണായകമായിട്ടുള്ള സ്വാധീനം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ചെന്നിത്തലയ്ക്ക് സാധ്യതയുള്ളത്. ഇല്ലെങ്കിൽ VD സതീശൻ എന്നുള്ള പേര്, കാരണം VD സതീശനും KC വേണുഗോപാലും തമ്മിൽ ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതും മുരളീധരനെ തൃശ്ശൂരോട്ട് പറഞ്ഞയക്കുന്നതും ഷാഫിയെ വടകരയിലേക്ക് വിടുന്നതും ഒക്കെ സതീശനും പിന്നെ KC വേണുഗോപാലും കൂടിയിട്ടുള്ള ധാരണയുടെ പുറത്താണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ശശി തരൂരില്ല, ഉമ്മൻചാണ്ടി എന്തായാലും അന്തരിച്ചു പോയി. പിന്നീടുള്ളത് സുധാകരനാണ്. സുധാകരന്റെ കാര്യം പിന്നെ കട്ടപ്പകയിൽ നിൽക്കുകയാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. KPCC പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് വല്ലാതെ തിളങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് KC വേണുഗോപാൽ കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് പോകും. പ്രതിപക്ഷ നേതാവുമ്പോൾ രണ്ടാമത്തെ മലയാളിയാണ്. 6ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയുള്ള 2 പിന്നെ സവിശേഷതകൾ അതിനുണ്ട്. CM സ്റ്റീഫന് ശേഷമുള്ള 2ാമത്തെ മലയാളി. നരസിംഹറാവുവിനും ശരത് പവാറിനും സോണിയാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും CM സ്റ്റീഫനും ശേഷമുള്ള 6ാമത്തെ പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുള്ള പിന്നെ സവിശേഷതകൾ. അതേപോലെ തന്നെ VD സതീശന് KC വേണുഗോപാലിന്റെ തടസ്സം നീങ്ങി. സുധാകരനെ കൊണ്ടൊരു വലിയ ശല്യമൊന്നുമില്ല. ചെന്നിത്തല മൂലയ്ക്കായി കഴിഞ്ഞിരിക്കുന്നു. ശശി തരൂർ മൂലയ്ക്കാവുന്ന അവസ്ഥ തന്നെയാണ്. ശശി തരൂരിനെ ജയിച്ചാലും പാർലമെന്റിൽ പോയിരിക്കുകയുള്ളൂ. 2026 ക്ലെയിം ചെയ്തൊന്നും വരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പം VD സതീശൻ 2026 പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഈ സർവേ ഫലങ്ങൾ കേൾക്കുമ്പോൾ കിടന്നുറങ്ങുന്ന 2 പേര്, കോൺഗ്രസ് നശിച്ചാലും കോൺഗ്രസ് ഭരണത്തിൽ വന്നില്ലെങ്കിലും KCക്ക് നല്ല സ്ഥാനം കിട്ടും. സതീഷ് 2026 കുപ്പായ അടിച്ച് റെട്ടിയായിട്ട് കാത്തിരിക്കുകയും ചെയ്യാം. ഗുഡ് നൈറ്റ്.